അഖില വസ്തുക്കളും അള്ളാഹുവിൻ്റെ മുൻപിൽ വളരെ വിനയത്തോടും നിസ്സാരതയോടും കൂടി വന്നണയുന്നതാണ്. അന്ന് ഭീമാകാരമായ പർവ്വതങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നു എന്ന് നീ ധരിക്കും. പക്ഷേ കാർമേഘങ്ങൾ സഞ്ചരിക്കുന്ന ക്രമത്തിൽ ഈ മഹാപർവ്വതങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുൻഅല്ലാഹി അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ. അള്ളാഹുവിൻ്റെ നിർമ്മാണ വൈവിധ്യം, ആശ്ചര്യം, അത്ഭുതം അത് വളരെ വലുതാണ്. അവൻ എല്ലാം ചുഴ്ന്നറിയുന്നവനും എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ്. അതുകൊണ്ട് മനുഷ്യർ അവർ ഭൂതലത്തിൽ ജീവിക്കുന്നതിന് ഒരുക്കപ്പെട്ട വിശാലവും വിസ്തൃതവുമായ ഒരു പ്രപഞ്ച ഘടനയുണ്ട്. ആകാശങ്ങൾ വേണം, നക്ഷത്രങ്ങൾ വേണം, പർവ്വതങ്ങൾ വേണം, കടലുകൾ വേണം, സൂക്ഷ്മവും അല്ലാത്തതുമായ എത്രയോ കോടിക്കണക്കിന് വൈവിധ്യം നിറഞ്ഞ ജീവജാലങ്ങൾ വേണം. പ്രകൃതിയെ ധന്യമാക്കുന്ന വായുവും വെള്ളവും വെളിച്ചവും ആരോഗ്യദായകമായ ഓക്സിജൻ, ശുദ്ധികലശം നടത്തുന്ന മറ്റു പ്രക്രിയകളും ഇതെല്ലാം ഈ ഭൂതലത്തിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യം. ഇവയെല്ലാം അതിൻ്റെ നിയമമനുസരിച്ച് നിലനിൽക്കുന്നതിന് അല്ലാഹു സൂർ എന്ന കാഹളത്തിൽ മലക്കുകളാൽ ഊതിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഈ ലോകത്ത് സംഭവ വികാസങ്ങൾ തകിടം മറിയുക. മുഴുവൻ ജീവജാലങ്ങളും ബോധരഹിതരായി പോകും. അപ്പൊ പിന്നെ അവർ ഒരു കഴിവുമില്ലാത്തവരായി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ശേഷിയും ഉപയുക്തമാകാത്ത അവസ്ഥ വരും. ഒരു ശേഷി, ഈ ഒരവസ്ഥയ്ക്ക് മനുഷ്യർ സാക്ഷികളായിത്തീരുന്ന ഒരു ദിവസത്തെ അള്ളാഹു വിവരിച്ചിട്ട് 2-3 ചെറിയ കാര്യങ്ങൾ നമ്മളുടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ അനുവർത്തിക്കാൻ പടച്ചവൻ ഉണർത്തും. മൻ ജാഅ ബിൽ ഹസന, ആരാണ് നന്മ കൊണ്ടുവരുന്നത്, ഫലഹു ഖൈറും മിൻഹാ, അവൻ ജീവിതത്തിൽ അനുവർത്തിച്ച നന്മ അത് ചെറിയ അളവിലോ വലിയ അളവിലോ ആകാം. അവരവരുടെ കഴിവിലും താക്കത്തിനും അനുസരിച്ചാണ് ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ അവൻ കൊണ്ടുവന്ന അളവിനേക്കാൾ ഖൈറായ നിലയിൽ അള്ളാഹു അതിന് പ്രത്യുത്തരം, പ്രതിഫലം നിർണയിക്കുന്നതാണ്, നൽകും. വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. ഒരു ദിവസം മനുഷ്യർ ഭയവിഹ്വലരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് ഈ നന്മ കൊണ്ടുവന്നവർ നിർഭയരായിരിക്കും. നമ്മളൊരു മനുഷ്യനെ കബറടക്കിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസങ്ങൾ വീതമായി വച്ച് വിതരണം ചെയ്യുന്നതിനെടുക്കുന്ന സമയം എത്രയോ അത്രയും സമയം ഖബറിൻ്റെ അരികിൽ വിങ്ങുന്ന മനസ്സും നിറഞ്ഞ സങ്കടവും വിവരിക്കാൻ കഴിയാത്ത ദുഃഖവുമുള്ള ബന്ധുമിത്രാദികൾ ചുറ്റുമുണ്ടാവും. അവർ ഖബറിൻ്റെ അരികിൽ നിന്ന് വളരെ പ്രധാനമായ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തും സമയത്തും അവർ ചെയ്യുന്ന പ്രാർത്ഥന. അത് 4 ഏറ്റവും പ്രധാനമാണ്.
അതിലൊന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, പാപമോചനവും ഒപ്പം റഹ്മത്തും ഈ മനുഷ്യൻ്റെ ആത്മാവിനോട് നീ ചെയ്യണമേ എന്നാണ് ആവശ്യം. അതാണ് പ്രാർത്ഥന. 2, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം നൽകാൻ അത് തോന്നിപ്പിക്കണം മനസ്സിൽ. അത് അവൻ്റെ ആത്മാവിന് അനുഭവ ബോധ്യം വന്ന ബോധ്യതയിൽ, നിഷേധിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ളൊരു ശേഷി ഈ ആത്മാവിന് നൽകണം. ചോദ്യം ഹദീസുകളിലെല്ലാം വിവരിച്ചിട്ടുണ്ട്. അത് ഇന്നതൊക്കെയാണൊരു ആത്മാവ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യം. സാധാരണ ബുദ്ധിജീവികളും ചിന്തകരും എന്നൊക്കെ അവകാശപ്പെടുന്നവരും പറയും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി പോയതാണ്, പിന്നെ പരീക്ഷ നടത്തിയിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം മനുഷ്യന് മനസ്സിലാകുന്നതിന് വേണ്ടി പറയുന്ന ഉദാഹരണമാണ്. അവിടെ മലക്കുകൾ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ച്, അതാണല്ലോ അംബിയാ മുർസലുകളുടെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന് അള്ളാഹുവാണ്, അതാണ് റബ്ബ്. റബ്ബ് അള്ളാഹുവാണ് എന്നത് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ റബ്ബിൽ തൃപ്തി വരണം. എല്ലാ മതവിശ്വാസികളെയും എടുത്തു നോക്കുക, എത്ര ശതമാനം മതവിശ്വാസികൾക്ക് രക്ഷകൻ അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ സംതൃപ്തിയുള്ളവരുണ്ട്, പൂർണ്ണ മനസ്സിൽ തൃപ്തിപ്പെട്ടവർ. അപ്പോൾ മുസ്ലിമുകളടക്കം, വേദങ്ങൾ ലഭിച്ചിട്ടുള്ള വേദക്കാരടക്കം മതവിശ്വാസികൾക്ക് ആശങ്കയും സംശയവും മനസ്സിലുണ്ടായത് അള്ളാഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു അല്ലാത്തവരുടെ മഹത്വങ്ങൾക്കല്ലേ സ്ഥാനമുള്ളൂ. അവരുടെ പോരിഷയും പൊലിമയും എത്ര വാനോളം ഉയർത്തിപ്പറഞ്ഞാലും മതി വരുന്നില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തമ്മിലുള്ള മാനസികാവസ്ഥ. അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ കഴിവുകൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. വെറുതെ 99 നാമം, അതിൻ്റെ അർത്ഥവും ആശയവും മാത്രം പറഞ്ഞാൽ ഒരു 4 എണ്ണം പറയുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങിപ്പോവും, മടുപ്പ് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറിച്ചൊരു ഷെയ്ഖിൻ്റെ കറാമത്ത് പറഞ്ഞു നോക്കിയേ, എല്ലാവരും എഴുന്നേറ്റിരുന്നായിരിക്കും ഇങ്ങനെ നോക്കുക, കണ്ണൊക്കെ വലിപ്പപ്പെടുത്തി ശ്വാസം വിടാതെ അങ്ങനെ കേട്ടിരിക്കും. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ إِشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ. അത് ഖുർആൻ വെളിപ്പെടുത്തിയ വാക്കാണത്. അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ, ഏറ്റവും അധികം പറയേണ്ടത് ആ വാക്കല്ലേ, ഇഷ്മഅസ്സത്തു ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ. മനസ്സ് വലിഞ്ഞു മുറുകും. പരലോകത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് അരോചകമായി തോന്നും. അത് വലിയൊരു ഇംപ്രസീവ് ആവുകയില്ല, ഒരു സന്തോഷകരമാകില്ല. വഇദാ ദുഖിറു ദൂനഹു, അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ, എന്ത് സന്തോഷാന്നേരം. ഇത് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, അള്ളാഹുവാണ് ഒന്നാമത്തെ ചോദ്യവും ഉത്തരവും അവിടെ ഖബറിലുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും എപ്പോഴും എല്ലാ സമയത്തും സ്ഥലത്തും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നാ പറയണത്. നിന്റെ റബ്ബ് ആര് എന്ന ചോദ്യത്തിന് അള്ളാഹു എന്നാണല്ലോ ഉത്തരം. അത് പറയാൻ അത്ര എളുപ്പമൊന്നുള്ള കാര്യമല്ല. ആരുടെയും ശുപാർശ അവിടെ മുതലില്ല. എത്ര വലിയവരാണേലും അയാളുടെ ഒരാൾ എന്ന നിലയിലൊന്നും സഹായവും ലഭിക്കില്ല. അത് ഖബർ മുതൽ ഒരാളുടെ ഖിയാമത്ത് തുടങ്ങും. ഖുർആനിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളോ സമ്പത്തോ
ഉപകരിക്കാത്ത ഒരു ദിവസമാണ്. മഹ്ശറയും അങ്ങനെയാണ്, ഖബറും അങ്ങനെയാണ്. അല്ലാഹു സമാധാനം നിറച്ച ഹൃദയം, മനസ്സ് നൽകിയ ആളുകളൊഴികെ. അപ്പം മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ഈ വിശ്വാസത്തിലാണ്. റബ്ബ് അല്ലാഹു ആണെന്നൊരാൾക്ക് പറയണമെങ്കിൽ അള്ളാഹുവിൽ അവർക്ക് തൃപ്തി വേണം, റബ്ബാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നിനെയും തേടിപ്പോവില്ല, സഹായത്തിന് വിളിക്കൂല, രക്ഷയ്ക്ക് പ്രാപിക്കൂല, അതിനുവേണ്ടി നെട്ടോട്ടം ഓടൂല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ ഒരു വാചകം ബൈബിളിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ക്രിസ്തുവിൻ്റെ വാചകമായി പഠിപ്പിക്കപ്പെട്ടതിൽ പ്രാർത്ഥന പറയുന്നിടത്ത് ഉണർത്തിയ ഒരു വാക്ക്. ഈ തൃപ്തി എന്നത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം, പൂർണ്ണ ഹൃദയത്തോടെയാകണം, പൂർണ്ണ ചിന്തയോടെയാകണം, പരിപൂർണമായ അംഗീകാരത്തോടെയാകണം. ഇത്രയും പൂർണ്ണതകൾ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിനപ്പുറം ആരെയും തേടുകയില്ല എന്നാണ്. എത്ര ശതമാനം മതവിശ്വാസികൾക്ക് അള്ളാഹുവിനെ തൃപ്തിയുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ അത് ആവർത്തിക്കുന്നതിന് വേണ്ടിയും നിലനിർത്തുന്നതിന് വേണ്ടിയും ആളുകൾ പരിചരിക്കുന്നതിന് വേണ്ടിയും പരിചയിക്കുന്നതിന് വേണ്ടി കിടക്കുന്ന സമയം റളീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞിട്ടാ കിടക്കുക. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ആ തൃപ്തിയാണ് ആവർത്തിക്കുന്നത്. അപ്പൊ അന്നേ ദിവസം അവർ ഭയവിഹ്വലതയിൽ നിന്ന് സുരക്ഷിതർ. ഇപ്പൊ വിശ്വാസികൾ ഖബറിൽ അള്ളാഹുവിനെ തൃപ്തി അടഞ്ഞവർ ഒരു ഭയാശങ്കയുമില്ലാതെയാണ് അവരുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് കടക്കുക. അതാണ് അള്ളാഹു ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തിയത്. വമൻ ജാഅ ബിസ്സയ്യിഅ, ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഫകുബ്ബത്തു വുജൂഹുഹു, മഹാ അപരാധങ്ങൾ, ദോഷങ്ങൾ, പാപങ്ങൾ, അവർ മുഖം കുത്തിയാണ് വീഴ്ത്തപ്പെടുന്നത്. ഫിന്നാർ, നരകാഗ്നിയിൽ. അത് മരണസമയം മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ നേർക്ക് നേരെയുള്ളൊരു അനുഭവം മഹ്ശറയിലെ ഹിസാബിന് ശേഷം. പക്ഷെ അതുവരെയും അത് തന്നെയാണ് അവൻ കാണുന്നതും കേൾക്കുന്നതും. വരാനിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ ദീർഘമായ മഹ്ശറ വരെയും ആ ആത്മാവ് കഴിയുക. ഫിർഔനും അതിൻ്റെ അനുയായികളുടെയും ചെയ്തികളുടെ ഭീകരത വിവരിച്ചപ്പോൾ അവർക്കുണ്ടാകുന്ന ശിക്ഷ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യൻ വഹീന തഖൂമുസ്സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. നരകാഗ്നി പ്രത്യക്ഷപ്പെടുത്തപ്പെടും. അന്നാറു യുറദൂന, നരകാഗ്നിയാണ് പ്രത്യക്ഷപ്പെടുത്തുക, രാവിലെയും വൈകുന്നേരവും. ഒരു ഖബറിലെ ജീവിതമാണ് ഇപ്പം ഈ പറഞ്ഞത്. അതവൻ്റെ നഫ്സ്, ആത്മാവ് അനുഭവിക്കുന്ന അനുഭവമാണ്. വയൗമ തഖൂമുസ്സാഅ, ഖിയാമത്ത് നിലനിർത്തപ്പെട്ട് കഴിഞ്ഞാലോ അല്ലാഹു കൽപ്പിക്കും അദ്ഖിലൂ ആല ഫിർഔൻ അശദ്ദൽ അദാബ്, കഠിന ശിക്ഷയിൽ നിങ്ങൾക്കിനി പ്രവേശിക്കാം. ആ സമയം വരെയും ഭയവിഹ്വലതയിൽ വരാനിരിക്കുന്നത് ദർശിക്കുന്നു എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. മരണാസന്ന സമയത്തും മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും വിലപിക്കുന്നത് വരാനിരിക്കുന്നത് കാണുന്നത് കൊണ്ടാണ്. അതാണ് ഈ ആയത്തിൻ്റെ പ്രമേയം. അപ്പോൾ ഖിയാമത്ത് നാളിൽ പാപങ്ങൾ, മഹാദോഷങ്ങൾ, അപരാധങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, മനുഷ്യനും മൃഗവും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് ഒരു വലിയ അതിർവരമ്പിലാണ്. ആ അതിർവരമ്പ് ഭേദിച്ചാൽ
എപ്പോഴും തിന്മയിലേക്ക് പോകാം. അതിനൊരു വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞത്, ഒരു പാടവരമ്പ്, ഹിമൻ. ഇവിടെ ഈ പാടവരമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് കൃഷി സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ഒരു നെൽപ്പാടത്തിൻ്റെ വരമ്പിലൂടെ, അതിൻ്റെ അരിയിലൂടെ ഒരാൾ തൻ്റെ മൃഗത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന് സങ്കല്പിച്ചു, അല്ലെ മേയാൻ വിടുകയാണ്. വലത്തേക്ക് തിരിഞ്ഞാലും ഇടത്തേക്ക് തിരിഞ്ഞാലും അത്ര പച്ചപ്പുകളാണ്, ആകർഷണീയമാണ്, വീണുപോകും. ഇതിനിടയിലുള്ള ചെറിയ നേർത്ത വേലിയാണുള്ളത്. അത് ചാടാനോ പൊളിക്കാനോ തകർക്കാനോ എളുപ്പമാണ്. ഇത് രണ്ടും ഇല്ലാതെ നടുവിലൂടെ വളരെ കൃത്യമായി ഒരു മനുഷ്യനെ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഹലാല് എന്ന ജീവിത വഴി അതാണ്. നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഹറാമാകും. മൃഗങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം ഭക്ഷണമാണ്. ആരുടേത് എന്നത് അന്വേഷിക്കേണ്ടതില്ല. അതിൻ്റെ വികാരം മനുഷ്യ വികാരം പോലെ തന്നെയാണ്. അത് ശമിക്കുന്നതിന് സമയവും സന്ദർഭവും കാലവും ദേശവും ഒക്കെ ഉണ്ടാകും. അത് ശമിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ അതുപോലെയായാൽ ഉടനെ അവൻ്റെ പേര് മാറിയിട്ട് മൃഗം എന്നാകും. മറിച്ച് അവനൊരു കാലം, സമയം, സന്ദർഭം, പരിധി, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ മനുഷ്യനാകും. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾ തങ്ങളുടെ വികാര ശമനത്തിന് തൻ്റെ ഒരു ഇണയെ സമീപിച്ചാൽ ഉപദ്രവിക്കാറില്ല, കൊല്ലാറുമില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ എല്ലാ പരിധി വിട്ട ആസ്വാദ്യതകളും ആസ്വദിച്ച ശേഷം അതിനെ അതിക്രൂരം ആയ ക്രമത്തിൽ കൊന്നുകളയും. പെൺകുട്ടികളെ, സ്ത്രീകളെയൊക്കെ നമ്മുടെ രാജ്യത്ത് അടക്കമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെത്രയോ കാലഘട്ടങ്ങളായി ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. അത്തരം മഹാ അപരാധങ്ങളുടെ ഒരു ശിക്ഷാരീതിയാണ് ഖുർആനിലൂടെ ഉണർത്തുന്നത്. ഞാൻ ആ വിഷയം വിവരിക്കുകയല്ല. ഫകുബ്ബത്തു വജൂഹുഹും ഫിന്നാർ, നരകാഗ്നിയിൽ മുഖം കുത്തിയാണ് വീഴ്ത്തുക. അത് ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലും പല അധ്യായങ്ങളിലും അള്ളാഹു നരകത്തിൽ വീഴ്ത്തപ്പെടുന്നവരുടെ മേലുള്ള ശിക്ഷകൾ വിവരിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമാണ്. നമുക്കത് പറയാനും കേൾക്കാനും ഓർക്കാൻ പോലും കഴിയാത്തത്ര ഭയാനകമാണ് ആ ശിക്ഷയുടെ രീതി. അപ്പം വിശുദ്ധ ഖുർആൻ ഹൽ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനല്ലേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂ. നിങ്ങൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഉത്തരവല്ലേ കിട്ടണ്ടേ. നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും. അതുകൊണ്ട് ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലദീ ഹറമഹാ, അല്ലാഹു ആദരിച്ച ഈ നാട് സത്യം, ആ നാടിൻ്റെ രക്ഷകനായ അള്ളാഹുവിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. വലഹു കുല്ലു ഷൈഇൻ, അവൻ്റെയാണ് എല്ലാം. ഈ മഹാലോകം അവൻ്റെയാണ്. വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടത് ഞാനൊരു മുസ്ലിമായി അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് അച്ചടക്കത്തോടെ സംസ്കാരം നിലനിർത്തി മനുഷ്യനായി മുസ്ലിമായി ജീവിക്കണമെന്നാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതാണ് നിവർത്തിക്കുക, പ്രയോഗവൽക്കരിക്കുക. വ അൻ അത്ലുവൽ ഖുർആൻ, ഒപ്പം എൻ്റെ ഒരു ജോലി ഖുർആൻ പഠിക്കണം എന്നതാണ്. ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ ഖിറാഅത്ത്, തിലാവത്ത്, തദബ്ബുർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. റമളാൻ വരാൻ കാത്തിരിക്കില്ല. ഞാൻ ഖുർആൻ വായിക്കും, ഖുർആൻ ശ്രദ്ധിക്കും, ഖുർആൻ മനനം ചെയ്യും. ഖുർആനിലൂടെയാണ് പിന്നെ ജീവിക്കുക.
ഖുർആനിൽ നമുക്കൊരു സഞ്ചാരമുണ്ട്. ഖുർആനിനകത്ത് അതിലൂടെ ജീവിക്കും. നമ്മളൊരു ആകർഷണീയവും മനോഹരവുമായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മളതിൻ്റെ പാർട്ടായിട്ട് അതിലൂടെ സഞ്ചരിക്കുക. അതാണ് വായനയുടെ പ്രതിഫലനം. അതിങ്ങനെ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളതിൻ്റെ ഭാഗമാകുന്നത് കൊണ്ടാണ് സങ്കടം വരും, കരച്ചിൽ വരും, സന്തോഷം വരും, ചിരി ഉണ്ടാവും, കളി ഉണ്ടാവും. ഇതൊക്കെ ആ സമയത്ത് വരുന്നത് നമ്മൾ അതിൻ്റെ ഭാഗമായി സഞ്ചരിക്കുമ്പോഴാണ്. അതല്ല വെളിയിൽ ഒരു കാര്യം എന്ന നിലയിലാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമെങ്കിൽ നമുക്കൊരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. ഞാൻ ഖുർആൻ തിലാവത്ത് ചെയ്യണം. അമ്പിയാക്കന്മാരോടെല്ലാം കൽപ്പിച്ചതും അഷ്റഫുൽ ഖൽക്കിനോട് അള്ളാഹു കൽപ്പിച്ചത് ഉത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ചില വചനങ്ങളാണിത്. അത് നീ വായിക്കണം. അത് നീ വായിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഫമനിഹിത്തദ, ഏതൊരാൾ മാർഗത്തിൽ പ്രവേശിച്ചോ, നന്മയിലേക്ക് വന്നു, ഫൈന്നമായ യുക്തദീലി നഫ്സി, അതിൻ്റെ എല്ലാ ഫലവും ഗുണവും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും നിർവൃതിയും അവൻ അനുഭവിക്കും. ഒമൻ വല്ല, ഇനി അതല്ല ഒരാൾ ഇത് വഴി വിട്ടിട്ട് വേറെ വഴിക്കാണ് പോണത് എങ്കിൽ ഫഖുൽ ഇന്നമാ അന മിനൽ മുൻദിരീൻ, നീ പറയുക അത്തരക്കാർക്കുള്ള താക്കീതാണ്, എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. വഖുലിൽ ഹംദുലില്ലാ, നീ പറയുക അല്ലാഹുവേ നിനക്കാവുന്ന സ്തുതി. സയുരീക്കും ആയാത്തിഹി, അല്ലാഹുവിൻ്റെ തെളിവുകൾ നിങ്ങളെ യഥാസമയം പിന്നീട് കാണിച്ചു തരുന്നതാണ്. ഫതഅരിഫൂനഹ, അന്ന് നിങ്ങൾക്ക് ബോധ്യം വരും ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ ഇതിനോടൊക്കെ പല ചോദ്യം ചോദിക്കാം, മാറി നിൽക്കാം, അങ്ങനെ പലതും ഉണ്ട്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിന്റെ റബ്ബ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നും അവൻ അശ്രദ്ധമായി, അവൻ കേൾക്കാതെയും അറിയാതെയും വരുന്നില്ല. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അറിവിലും കേൾവിയിലുമാണ്. അതുകൊണ്ട് ഏതൊരു ദിവസമാണോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അവൻ്റെ ആത്മാവ് പ്രവേശിക്കുന്നത് മുതൽ ഹിസാബിൻ്റെ അന്ന് ഉത്തരം പറയേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരിക. അതെല്ലാവരുടെയും അനുഭവമാകുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുൻപ് നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരണം, തിന്മകൾ ഒഴിവാക്കണം. ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ആഹ്വാനമാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.